ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റായിട്ട് നമുക്കിതിന് സോക്ക് ചെയ്ത് വെക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4-5 ഗ്രാമ്പ്, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്നും വേണ്ട, എന്നാലും ഒരുപാട് തരിയൊന്നുമില്ലാതെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റായ മൈദ നമുക്ക് അരിച്ചെടുക്കാം. അത് 1 കപ്പ് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടി 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം ഷുഗർ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ശരിക്കും കാരമലൈസ് ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ മുന്തിരിയില്ലേ, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന് 8 ഇഞ്ചിന് തന്നെ അവിടെ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഗ്രേസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് അത് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇതുപോലുള്ളൊരു ചരുവത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. നന ഒന്നും തന്നെ പാടില്ല. അതിലോട്ട് നമുക്കൊരു 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പഞ്ചസാര പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഒരു 1/2 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചിട്ട് നമ്മുടെ നേരത്തെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് പൊടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂസും എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കുത്തിയിളക്കാതെ സൂക്ഷിച്ച് തന്നെ ഫോൾഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂവും കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച തട്ടിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30 തുടങ്ങി 35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടു. അത് ഞാൻ ചൂടാറും മുമ്പ് തന്നെ എടുത്തതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമുക്കിനി സോക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.